പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 10 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ 18ാമത്തെ ലോക്സഭയിലേക്കുള്ള സത്യപ്രതിജ്ഞയായിരുന്നു. അതായത് ജൂൺ 9-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സിൻ്റെയും സത്യപ്രതിജ്ഞയായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ളത്. ഈ ചടങ്ങ് നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 3ാമത്തെ പ്രാവശ്യമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതായത് 2014, പിന്നീട് 2019, ഇപ്പോൾ 2024 3ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. കൂടാതെ 71 മന്ത്രിമാരും ഇന്നലെ അതായത് ജൂൺ 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിൽ BJPയിലെ 61 മന്ത്രിമാർ, മറ്റു NDAയിലെ സഖ്യകക്ഷികൾ ഇവരിൽ 11 പേരും ഉണ്ടായിരുന്നു. OBC ആണെങ്കിൽ 27 OBC മിനിസ്റ്റേഴ്സും 10 SC, 5 ST നിന്നുള്ള മന്ത്രിമാരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ 18ാമത്തെ ലോക്സഭയിലേക്കുള്ള സത്യപ്രതിജ്ഞയായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ളത്. ഇത് നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു. 2024 ജൂൺ 9-ന് കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൽ നിന്നുള്ള 2 പേരുടെ പേര് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. സുരേഷ് ഗോപിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ള സുരേഷ് ഗോപി ഇദ്ദേഹം കേന്ദ്രത്തിന്റെ സഹമന്ത്രിയാണ്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയും ഇന്നലെ കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അത് ജോർജ് കുര്യൻ ആണ്. ഇപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം 2016 മുതൽ 2022 വരെ രാജ്യസഭ MP ആയിരുന്നു. എന്നാൽ 2019 ലോക്സഭ ഇലക്ഷനിലെ പരാജയപ്പെടുകയും 2021 നിയമസഭാ ഇലക്ഷനിൽ നിൽക്കുകയും അവിടെയും അദ്ദേഹത്തിന് പരാജയമായിരുന്നു. 3ാമത്തെ ഇലക്ഷൻ ആയിരുന്നു 2024. ഇതിൽ ഒരു വലിയൊരു മെജോറിറ്റിയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. ജോർജ് കുര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ BJPയിലുള്ള ഒരു ലോങ് സർവീസ് അത് മാനിച്ചാണ് അദ്ദേഹത്തിനെ ഈ പ്രാവശ്യം സഹമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സിറിയൻ കാത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ജോർജ് കുര്യൻ. ഇപ്പൊ കേരളത്തിന് 2 സഹമന്ത്രിമാരാണ്, ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് ജോർജ് കുര്യൻ. ഇന്നലെ ജൂൺ 9-ാം തീയതിയായിരുന്നു സത്യപ്രതിജ്ഞ. 2024 പുരുഷ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കറാസ്. കേവലം 21 വയസ്സുള്ള കാർലോസ് അൽക്കറാസ് ഫ്രഞ്ച് ഓപ്പൺ മെൻസിന്റെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കി. അത്രയും വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് കാർലോസ് അൽക്കറാസ്. അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുള്ളത് അലക്സാണ്ടർ സൗരവിനെയാണ്. 5 സെറ്റിന്റെ മത്സരമായിരുന്നു. ഈ 5 സെറ്റിൽ അലക്സാണ്ടർ സൗരവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കാർലോസ് അൽക്കറാസ് ഫ്രഞ്ച് ഓപ്പൺ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2022 US ഓപ്പണും കഴിഞ്ഞ വർഷം വിംബിൾട്ടണും നേടിയ കാർലോസ് ഈ പ്രാവശ്യം 2024 ഫ്രഞ്ച് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി. ഇതിലൂടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് സ്ലാം നേടുന്ന വ്യക്തിയായിട്ട് മാറി കാർലോസ് അൽക്കറാസ്. ഈ പ്രാവശ്യത്തെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസ് കിരീടം നേടിയിട്ടുള്ളത് കോക്കോ ഗോഫും കാട്രീന സിനിക്കോയുമാണ്. ഇതിൽ വനിതകളിലെ സിംഗിൾസ് നേടിയിട്ടുള്ളത് ഇഗ സ്വൈതക് ആയിരുന്നു. ഇഗ സ്വൈതക് ആണ് ഈ കഴിഞ്ഞ ഫ്രഞ്ച് ഓപ്പണിലെ വനിതകളുടെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി മാറിയത് ആരാണ്? സബ് ലഫ്റ്റനന്റ് അനാമിക B രാജീവ്. സബ് ലഫ്റ്റനന്റ് അനാമിക B രാജീവ് ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ വുമൻ ഹെലികോപ്റ്റർ പൈലറ്റായിട്ട് ചരിത്രത്തിൽ ഇടം നേടി. ഇതിന്റെ പാസിംഗ് ഔട്ട് പരേഡായിരുന്നു ഈ കഴിഞ്ഞ ജൂൺ 7-ാം തീയതി INS റജാലി എന്ന തമിഴ്നാട്ടിലെ ആർക്കോണത്തുള്ള നേവൽ എയർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ്. ഈ ഒരു പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു വൈസ് അഡ്മിറൽ രാജേഷ് പണ്ടാർക്കർ. ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ്. അതായത് 3 കമാൻഡ്സ് ആണ് നേവിക്കുള്ളത്. ഒന്ന് ഈസ്റ്റേൺ നേവൽ കമാൻഡ്, മറ്റൊന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ്, മൂന്നാമത്തത് ട്രെയിനിങ് കമാൻഡ്. സദേൺ നേവൽ കമാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രെയിനിങ് കമാൻഡ് ഇത് കൊച്ചിയിലാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണത്തും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഇത് മുംബൈയിലുമാണ്. 2024 ജൂൺ 10-ന് സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക? പ്രേം സിംഗ് തമാങ്. ജൂൺ 10-ാം തീയതി അതായത് ഇന്ന് സിക്കിമിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രേം സിംഗ് തമാങ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അടുത്തിടെ സമാപിച്ചിട്ടുള്ള ഇലക്ഷനിൽ സിക്കിമിന് 32 അസംബ്ലി സീറ്റിൽ നിന്ന് 31 സീറ്റും നേടിയിട്ടുള്ളത് സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന പാർട്ടിയാണ്. അതായത് 32 സീറ്റ് ആണ് സിക്കിം അസംബ്ലിയിലുള്ളത്. ഇതിൽ 31 സീറ്റ് നേടിയിട്ടുള്ളത് എസ്കേം എന്ന് പറയുന്ന സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന പാർട്ടിയാണ്. കൂടാതെ സിക്കിമിന് ഒരു ലോക്സഭ മണ്ഡലമാണുള്ളത്. ഇതിലും വിജയിച്ചിട്ടുള്ളത് സിക്കിം ക്രാന്തികാരി മോർച്ചയുടെ
ഇന്ദിര ഹാങ് സുബ്ബയാണ്. സിക്കിമിന്റെ ക്യാപിറ്റൽ ആണ് ഗാംഗ്ടോക്ക്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും? എൻ ചന്ദ്രബാബു നായിഡു. 2024 ജൂൺ 12-ാം തീയതിയാണ് ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുക. TDP ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ, അതായത് ആന്ധ്രാപ്രദേശിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വൻ വിജയമാണ് നേടിയിട്ടുള്ളത്. 164 സീറ്റ് ഉള്ള ആന്ധ്രാപ്രദേശിൽ 111 സീറ്റും നേടിയിട്ടുള്ളത് TDP ആണ്. കൂടാതെ TDPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള JSP 21ഉം BJP ആണെങ്കിൽ 10-ൽ 8 സീറ്റുമാണ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹം YSRCP എന്ന പാർട്ടി രൂപീകരിച്ച ജഗൻമോഹൻ റെഡ്ഡിക്ക് ലഭിച്ചിട്ടുള്ളത് കേവലം 11 സീറ്റ് മാത്രമാണ്. ആന്ധ്രാപ്രദേശിൽ ഓപ്പോസിഷനിൽ നിൽക്കണമെങ്കിൽ പോലും 18 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പോസിഷന് വരാൻ സാധിക്കുള്ളൂ. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡിക്ക് ലഭിച്ചിട്ടുള്ളത് കേവലം 11 സീറ്റ് മാത്രമാണ്. ഇന്നലെ ജൂൺ 9 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2022-23 ഒന്നാമതെത്തിയ സംസ്ഥാനം? ഇതിന്റെ ഉത്തരം കേരളം. കേരളമാണ് കഴിഞ്ഞ വർഷം ഫുഡ് സേഫ്റ്റി ആൻഡ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ തമിഴ്നാടായിരുന്നു അതിനു മുമ്പത്തെ വർഷം. എന്നാൽ തമിഴ്നാട് 3-ാമത്തെ സ്ഥാനത്തേക്ക് എത്തുകയും പഞ്ചാബ് 2-ാം സ്ഥാനത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ കേരളം, തൊട്ടുപിറകെ പഞ്ചാബ്, 3-ാം സ്ഥാനത്ത് തമിഴ്നാട്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ജൂൺ 9 രാഷ്ട്രപതി ഭവനിൽ വെച്ച് എത്ര അംഗങ്ങൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു? 72. 2024 ജൂൺ 9 കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുടെ പേര് സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ. 2024 ജൂൺ 9 2024 പുരുഷ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കറാസ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി മാറിയത് ആരാണ്? സബ് ലഫ്റ്റനന്റ് അനാമിക ബി രാജീവ്. 2024 ജൂൺ 10 സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക? പ്രേം സിംഗ് തമാങ്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും? എൻ ചന്ദ്രബാബു നായിഡു. ഇന്ന് ജൂൺ 10 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, നെയിം ഓഫ് ദ ഓൺലി US പ്രസിഡന്റ് ടു ബി അവാർഡഡ് എ പുലിറ്റ്സർ പ്രൈസ്. പുലിറ്റ്സർ സമ്മാനം ലഭിച്ച ഏക US പ്രസിഡന്റിന്റെ പേര്. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.